ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ രണ്ടാം പ്രതി അനുശാന്തിക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യ ഉപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, കാമുകനൊപ്പം ചേർന്ന് മകളെയും ഭർത്തൃമാതാവിനെയും കൊന്നു എന്നുള്ളതായിരുന്നു കേസ്. അതിൽ ഈ നേത്ര ചികിത്സ ഒക്കെ പറഞ്ഞായിരുന്നു സുപ്രീം കോടതിയിലേക്ക് അനുശാന്തി പോയത്. അതെന്തായാലും ഫലം കാണുന്നു വാദം, അല്ലേ? ഹാഷ്മി, 2014 ഏപ്രിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. അന്ന് അറസ്റ്റിലായത് ഈ അനുശാന്തിയുടെ കാമുകനുമായ വ്യക്തിയുമായിരുന്നു. ഈ കേസിലാണ് അനുശാന്തി ശിക്ഷാവിധി റദ്ദാക്കി ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ നിലവിൽ അനുശാന്തിയുടെ അപ്പീലിൽ ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നു. എന്നാൽ ശിക്ഷാവിധി റദ്ദാക്കുന്നത് വരെ മാത്രമാണ് ഈ ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. വിചാരണ കോടതിക്ക് ഉപാധികൾ നിശ്ചയിക്കാമെന്നതും ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ അനുശാന്തിയുടെ അപ്പീലിന്മേൽ ശക്തമായ വാദങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതായത് രണ്ടാം പ്രതിയായിട്ടുള്ള അനുശാന്തിക്ക് കൊലപാതക ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. പോലീസ് അതിക്രമത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടമായെന്ന ആരോപണം അത് അടിസ്ഥാനരഹിതമാണെന്നുള്ള വാദങ്ങൾ സംസ്ഥാന മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഈ അപ്പീൽ പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി ചോദിച്ചത് ഈ പ്രതിയുടെ ഗൂഢാലോചന പങ്ക് എന്താണെന്നത് സംസ്ഥാനം വിശദീകരിക്കേണ്ടത് എന്നത് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇതിലിപ്പോൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അനുശാന്തിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ശിക്ഷാവിധി റദ്ദാക്കുന്നത് വരെ ആ അപ്പീൽ തീർപ്പാക്കുന്നത് വരെ ആണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഹാഷ്മി, ഈ പോലീസിന്റെ ഇടപെടലിൽ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായി എന്നൊക്കെയായിരുന്നു അനുശാന്തിയുടെ വാദം. എന്നാൽ പോലീസ് പറയുന്നത് കോടതിയുടെ സിമ്പതി പിടിച്ചുപറ്റി ഇത്തരത്തിൽ പരോളും ഒക്കെ നേടിയെടുക്കാനുള്ള നീക്കമാണ് എന്നൊക്കെ പോലീസും വാദിച്ചതാണ്. ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കരുതെന്ന് സംസ്ഥാന സർക്കാരും കർശനമായി തന്നെ കോടതിയിൽ വാദിച്ചതാണ്. ഈ ഗൂഢാലോചനയിൽ അനുശാന്തിക്ക് കൃത്യമായി തന്നെ പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാനും പോലീസിന് കഴിഞ്ഞു. ജാമ്യത്തിലേക്ക് എത്തിയ നിയമ സാഹചര്യം എങ്ങനെയാണ് അച്യുതൻ? കോടതി ഈ അപ്പീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദത്തിനിടെ സംസ്ഥാനത്തിനോട് ചോദിച്ചിരുന്നത് ഈ രണ്ടാം പ്രതിയായിട്ടുള്ള അനുശാന്തിക്ക് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് അത് സംസ്ഥാന സർക്കാർ അത് വ്യക്തമാക്കണം, അതിലേക്ക് നയിക്കുന്നത് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട മറുപടി സമർപ്പിക്കാൻ സാവകാശം തേടുകയും ആ മറുപടി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഈ കൊലപാതക ഗൂഢാലോചനയിൽ അനുശാന്തിക്ക് പങ്കുണ്ട്, മാത്രമല്ല ഈ കണ്ണിന്റെ കാഴ്ച അത് പോലീസിന്റെ അതിക്രമത്തെ തുടർന്നാണ് നഷ്ടമായത് എന്നുള്ള ആരോപണം അത് അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷ റദ്ദാക്കരുതെന്നും ജാമ്യം അനുവദിക്കരുത് എന്നൊരാവശ്യം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചിരുന്നു. പക്ഷെ അതിപ്പോൾ സുപ്രീം കോടതി അതിനെ മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിച്ച് നിലവിൽ അനുശാന്തിയുടെ ആവശ്യപ്രകാരം ജാമ്യം നൽകിയിരിക്കുകയാണ്. നേരത്തെ ഇതിനു മുൻപ് ഒരു ഇളക്കാല ജാമ്യം അനുശാന്തിക്ക് നൽകിയിരുന്നു. അത് ഈ കാഴ്ച സംബന്ധമായ കാര്യങ്ങളിൽ ചികിത്സ തേടുന്നതിലേക്കായിരുന്നു അന്ന് ജാമ്യം നൽകിയിരുന്നത്. അതിനുശേഷം ഈ ശിക്ഷാവിധി റദ്ദാക്കി ജാമ്യം നൽകണമെന്നൊരാവശ്യമായി അനുശാന്തി സമീപിച്ചെങ്കിലും അതിലിപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നു. മറിച്ച് ഈ അപ്പീൽ, അതായത് ശിക്ഷാവിധി എന്നുള്ള ആവശ്യം, ആ ആവശ്യത്തിൽ ഈ ഹർജി തീർപ്പാക്കുന്നത് വരെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഹാഷ്മി, കുഞ്ഞിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. അതിൽ ഈ പറയുന്ന നിനോ മാത്യു എന്ന് പറയുന്ന കാമുകന് വധശിക്ഷയ്ക്കും അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തത്തിനുമാണ് കീഴ്ക്കോടതി വിധിച്ചത്. അതിനുശേഷം ഈ നിനോ മാത്യുവിൻ്റെ വധശിക്ഷ 25 വർഷം പരോളില്ലാത്ത തടവായി കുറഞ്ഞു. പക്ഷേ അപ്പോഴും അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിൽ ഈ പോലീസ് അതിക്രമത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ചു. അത് ശക്തമായി എതിർത്തെങ്കിൽ കൂടിയും ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ക്രൂരമായ കൊലപാതകത്തിൽ രണ്ടാം പ്രതി അനുശാന്തിക്ക് ജാമ്യം എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന വാർത്ത.